So today's topic is about sensory system. അപ്പോൾ സെൻസറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് സംതിങ് ഡീൽസ് വിത്ത് സെൻസ് ഓർഗൻസ് അല്ലേ? നമ്മുടെ സെൻസ് ഓർഗൻസിനെ റിലേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ് സെൻസറി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ സെൻസറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സ്കൂൾ ക്ലാസ്സിൽ മുതലേ നമ്മൾ കേട്ടിട്ടുള്ളതാണ് വാട്ട് ആർ സെൻസ് ഓർഗൻസ് അല്ലേ? നമ്മുടെ ബോഡിയിൽ സെൻസ് ഓർഗൻസ് ചെറിയ ക്ലാസ്സിലെ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് വരെ സെൻസ് ഓർഗൻസ് പഠിക്കാനുണ്ട് അല്ലേ? എന്താണ് സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്? നമ്മുടെ ബോഡിയിൽ സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയും. എന്താണ് സെൻസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ? ഏതൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻസ് ഓർഗൻസ്? അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻസ് ഓർഗൻസിൽ ഒരെണ്ണമാണ് നമ്മുടെ കണ്ണ് അല്ലേ? സൈറ്റിന് സഹായിക്കുന്ന ഐ, പിന്നെ നോസ്, നമ്മളെ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്ന നോസ്, പിന്നെ നമുക്ക് സൗണ്ട് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്ന നമ്മുടെ ഇയർ, പിന്നെ നമുക്ക് ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്ന എന്താണ് ടങ്, പിന്നെ ഓൾസോ നമ്മുടെ സ്കിൻ അല്ലേ? നമുക്ക് എന്തെങ്കിലും നമുക്ക് സെൻസ് ചെയ്യാം, നമുക്ക് ടച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പെയിന്, ഇതൊക്കെ നമുക്ക് സെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്കിന്ന്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോഡിയിലുള്ള സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻസ് ഓർഗൻസിന്റെ ഒരു മേജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു പെർസീവ് ദ ഔട്ടർ വേൾഡ് അല്ലേ? നമ്മൾ പുറമേ ഉള്ള ലോകം നമ്മളെ മനസ്സിലാക്കി തരികയാണ്. ഇപ്പോൾ ഒരു കാഴ്ച നമ്മളെ കാണിക്കുകയാണ് അല്ലേ? അല്ലെങ്കിൽ ഒരു സ്മെല്ല്, ഒരു മണം, നമ്മളെ ഒരു ഔട്ടർ വേൾഡിൽ ഒരു മണം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ലായിക്കോട്ടെ ഗുഡ് സ്മെല്ലായിക്കോട്ടെ, ഡിഫറെൻറ്റ് ടേസ്റ്റ് നമ്മൾ ഫീൽ ചെയ്യാണ് അല്ലേ? നമ്മൾ സ്വീറ്റ്, സോറ്, അങ്ങനെ ഡിഫറെൻറ്റ് ടേസ്റ്റ് നമുക്ക് പെർസീവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻസ് ഓർഗൻസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു പെർസീവ് ദ ഔട്ടർ വേൾഡ് അല്ലെ? പുറമേ ഉള്ള ലോകം നമ്മളെ സെൻസ് ചെയ്ത് നമ്മളെ മനസ്സിലാക്കി തരികയാണ് നമ്മുടെ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ടച്ച്, പെയിന്, പിന്നെ നമ്മുടെ വിഷൻ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി, ഇതെല്ലാം നമ്മളെ പെർസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹിയർ, വോയിസ്, സൗണ്ട്, ഡിഫറെൻറ്റ് സൗണ്ട്സ്, ഇതെല്ലാം നമ്മളെ പെർസീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. പിന്നെ സെൻസ് ഓർഗൻ എന്തിൻ്റെ ഒരു പാർട്ടാണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം ആണ് അല്ലേ? സെൻസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രോസസ്സിംഗ് സെൻസറി ഇൻഫർമേഷൻ. അപ്പോൾ അതാണ് സെൻസ് ഓർഗൻ. എന്താണ് സെൻസ് ഓർഗൻ ഓർ സെൻസറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം ആണ്. ഇപ്പം നമ്മൾ കണ്ണിക്കൂടെ ഒരു കാഴ്ച കാണുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നമ്മളിപ്പം എന്തെങ്കിലും ചൂടുള്ളൊരു സാധനം നമ്മൾ തൊടുകയാണെന്ന് വെച്ചു, അപ്പം നമുക്ക് പെട്ടെന്ന് ആ ചൂട് ഫീൽ ചെയ്താൽ നമ്മൾ പിന്നെ അവിടെ കൈ വെച്ചുകൊണ്ടിരിക്കുമോ? ഇല്ല, നമ്മൾ അപ്പം തന്നെ കൈ വലിക്കും അല്ലേ? അപ്പം എന്താണ്, നമുക്ക് ഈ ടച്ച്, ഈ ഒരു പെയിൻ അല്ലെങ്കിൽ ഈ ഒരു ചൂട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രെയിനിൽ എത്തി പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? നമ്മുടെ മസിൽസിന് മെസ്സേജ് കൊടുക്കുകയാണ്, വേഗം കൈ വലിച്ചോ. അപ്പോൾ വിതിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൈ വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും നമ്മുടെ സെൻസറി ന്യൂറോൺസ് ആണ് ഈ സെൻസസ് നമ്മളെ പെർസീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ദി സെൻസറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് നെർവസ് സിസ്റ്റം റെസ്പോൺസിബിൾ ഫോർ പ്രോസസ്സിംഗ് സെൻസറി ഇൻഫർമേഷൻ. ഇനി നമ്മുടെ ബേസിക് ആയിട്ടുള്ള സെൻസറി സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് 5 സെൻസ് ഓർഗൻസ് ആണുള്ളത്. കുഞ്ഞു കുട്ടികൾക്ക് മുതലേ അറിയാം അല്ലെ? കുഞ്ഞു ക്ലാസ്സിലെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഐ ഉണ്ട്, ഇയർ ഉണ്ട്, പിന്നെ നമ്മുടെ ടങ് ഉണ്ട്, പിന്നെ നമ്മുടെ നോസ്, പിന്നെ സ്കിൻ. അപ്പൊ അതിൽ തന്നെ നമ്മൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് സെൻസ് ഓർഗൻ? ഏതാണ് നമ്മുടെ ലാർജസ്റ്റ് സെൻസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഫുൾ കവർ ചെയ്തിരിക്കുന്ന നമ്മുടെ സ്കിന്നാണ് ലാർജസ്റ്റ് സെൻസ് ഓർഗൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ 5 ബേസിക് സെൻസറി സിസ്റ്റം ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. സൈറ്റ് നമ്മുടെ ഐ ആണ് നമ്മളെ സൈറ്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിഷ്വൽ പെർസെപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഐസ്. ദെൻ ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ ഓഡിറ്ററി, ഹിയറിംഗ് റിലേറ്റഡ് ഉള്ള ടേം ആണ് ഓഡിറ്ററി പെർസെപ്ഷൻ. പിന്നെ സ്മെൽ മീൻസ് ഓൾഫാക്ടറി പെർസെപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് നോസ് ആണ്. പിന്നെ ഗസ്റ്റേറ്ററി എന്ന് പറഞ്ഞാൽ ടേം റിലേറ്റഡ് ടു ടങ് ആണ്. ഗസ്റ്റേറ്ററി നമ്മൾ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ടങ്. പിന്നെ ടച്ചിന് പറയുന്ന വേർഡാണ് ടാക്റ്റൈൽ. ഓക്കെ, ടാക്റ്റൈൽ മീൻസ് ടച്ച്. ഓക്കെ, അപ്പൊ ടാക്റ്റൈൽ ഓർഗൻ ഏതാണ്? നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടാക്റ്റൈൽ ഓർഗൻ എന്ന് പറഞ്ഞാൽ സ്കിൻ ആണ്.